സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ ബെന്നി ബെഹനാന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഏതാനും സമയത്തിനുള്ളിൽ ഈ വേദിയിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. അതിനിടയിൽ ധാരാളം നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട് എന്നതുകൊണ്ട് വളരെ ദീർഘമായ ഒരു പ്രസംഗം നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒക്കെ മലയാളി അതിജീവിച്ചിട്ടുണ്ട് എങ്കിൽ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും ഈ നാട് അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. BJP പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ാണ് 400 സീറ്റ് കിട്ടും എന്ന് വീമ്പ് പറഞ്ഞവരാണ് 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലിലടച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. 400 സീറ്റ് കിട്ടും എന്ന് വിചാരിക്കുന്നവർ ചെയ്യുന്ന ഒരു പണിയാണോ ഇത്? BJPക്ക് അറിയാം അവർക്ക് ഇന്ത്യയിൽ 400 സീറ്റ് കിട്ടാൻ പോകുന്നില്ല. BJPയുടെ ആഭ്യന്തര റിപ്പോർട്ട് തന്നെ 165 സീറ്റ് ഇത്തവണ അവർക്ക് നഷ്ടപ്പെടും എന്നാണ്. മരണവെപ്രാളത്തിൽ കൈകാലിട്ടടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഒരു മുഖ്യമന്ത്രിയെ ജയിലിലടക്കുന്നത്? ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത്? നിങ്ങൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നിരീക്ഷിക്കുക. ഇന്നലെ ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 52 സീറ്റാണ് കിട്ടിയത്. ആ 52 സീറ്റിൽ 15 സീറ്റും കേരളത്തിൽ നിന്ന്. തെക്കേ ഇന്ത്യയെ കുറിച്ച് മാത്രം നിങ്ങൾ ചർച്ച ചെയ്യുക. കർണാടകയിൽ നിന്ന് കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയത് 1 സീറ്റാണ്. കർണാടകയിൽ 28 പാർലമെന്റ് മണ്ഡലമുണ്ട്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 135 സീറ്റ് നേടിയാണ് കർണാടകയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. ഞാൻ ഇന്നലെ ബാംഗ്ലൂരിലെ പ്രിയങ്കരനായ MLA ശ്രീ NA ഹാരിസുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത്തവണ ഏറ്റവും ചുരുങ്ങിയത് 20 സീറ്റെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കർണാടകയിൽ നേടുമെന്നാണ്. കഴിഞ്ഞ തവണ 1 സീറ്റ് കിട്ടിയ സ്ഥലത്താണ് 20 സീറ്റ് നേടും എന്ന് കോൺഗ്രസ് പ്രതീക്ഷ പങ്കുവെക്കുന്നത്. എത്ര സീറ്റിന്റെ മാറ്റമായി? തെലങ്കാനയിൽ കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയത് 4 സീറ്റാണ്. തെലങ്കാനയിൽ ആകെ 17 സീറ്റ്.
അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേവന്ത് റെഡ്ഡി മഹാഭൂരിപക്ഷം നേടി തെലങ്കാനയിൽ അധികാരത്തിൽ വന്നു. രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ എല്ലാം വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് 17 സീറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെലങ്കാനയിൽ നേടുമെന്നാണ്. എത്ര സീറ്റിന്റെ മാറ്റമായി? ആന്ധ്രയിൽ YS ഷർമിള, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ സഹോദരി, പഴയ മുഖ്യമന്ത്രിയുടെ മകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നു എന്ന് മാത്രമല്ല, ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി. ഷർമിള കോൺഗ്രസിലേക്ക് വന്നതോടുകൂടി വലിയ മാറ്റം, പകുതിയിലധികം സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആന്ധ്രയിൽ ജയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. തമിഴ്നാട് എടുത്തു നോക്കൂ, BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല. പിന്നെ കേരളമാണ്. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയോ? ഒരു BJPക്കാരൻ എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് 2 സീറ്റ് കേരളത്തിൽ സാധ്യതയുണ്ടെന്നാണ്. ഞാൻ ചോദിച്ചു, ഏതാണ് 2 സീറ്റ്? ഒന്ന് പറഞ്ഞു, തൃശ്ശൂർ ചിലപ്പോൾ ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരിൽ ശ്രീ K മുരളീധരൻ സ്ഥാനാർത്ഥിയായതോടുകൂടി BJPയുടെ പരിപാടിക്ക്, സുരേഷ് ഗോപിയുടെ പരിപാടിക്ക് ആളെ കിട്ടാനില്ല. എന്റെ പ്രജകൾ എവിടെ പോയി എന്നാ ചോദിക്കുന്നത്. പ്രജകളെ ഒന്നും കാണുന്നില്ലല്ലോ എന്നാ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുകയാണ് എന്നാണ് പറയുന്നത്. കുട്ടികൾ പറയാറുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ കളിക്ക് ഞാനില്ല എന്ന്. ജൂൺ 4-ാം തീയതി വോട്ടെണ്ണാൻ പോകുമ്പോ അവിടെ വിജയക്കൊടി പാറിക്കുക ശ്രീ K മുരളീധരനായിരിക്കും, ഐക്യ ജനാധിപത്യ മുന്നണി ആയിരിക്കും എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? എന്നിട്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി കുറെ ചെപ്പടി വിദ്യകൾ കാണിക്കുക. ഒരു ചർച്ചിൽ ചെന്നിട്ട് അവിടെ സ്വർണ്ണ കിരീടം കൊടുത്തു എന്ന് പറയാം. അത് പരിശോധിക്കുമ്പോൾ ചെമ്പ് തകിടാണെന്ന് പറയാം. അത് കണ്ടെത്തുമ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ വൈരക്കല്ല് സമ്മാനമായി കൊടുക്കുമെന്ന് പറയാം. കർത്താവിന് കൈക്കൂലി. അഭിനയം സിനിമയിൽ മതി, ജീവിതത്തിൽ വേണ്ട എന്നാണ് തൃശ്ശൂർ ഒന്നടങ്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നത് പത്തനംതിട്ട ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു സാധ്യതയുണ്ടെന്നാണ്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഞാൻ അവിടെ ചെന്നപ്പോ എന്നോട് പത്രക്കാർ ചോദിച്ചു, BJPയിലേക്ക് ഇപ്പോൾ അനിൽ ആന്റണിയൊക്കെ പോകുന്നുണ്ടല്ലോ, എന്താണ് അഭിപ്രായം? ഞാൻ പറഞ്ഞു, BJPക്ക് അങ്ങനെ വേണമെന്ന്. ഒരു പാട്ട് വെച്ചപ്പോ ഒരു വണ്ടിയുടെ പുറത്തുനിന്ന് ഒരു ഡാൻസ് എമ്മാതിരി തുള്ളലാണ്. എന്നാ പിന്നെ 2 സ്റ്റെപ്പ് അറിയണ്ടേ? എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. പത്തനംതിട്ടയിൽ ജയിക്കാൻ പോകുന്നത് ആന്റോ ആന്റണിയാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്ന് ആ നാടന്നൊണങ്ങും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എവിടെയാണ് BJPക്ക് സാധ്യതയുള്ളത്? കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്ന സ്വപ്നം ഐക്യ ജനാധിപത്യ മുന്നണി അവസാനിപ്പിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തെക്കേ ഇന്ത്യയിൽ നിന്ന് BJPയുടെ സാധ്യത, വടക്കേ ഇന്ത്യയെ കുറിച്ച് ഇവിടെ ഷിബു മിരൻ അടക്കമുള്ളവർ സൂചിപ്പിച്ചു. ഏറ്റവും ചുരുങ്ങിയത് 300 സീറ്റ് നേടി ഇന്ത്യ മുന്നണി ഈ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് കടന്നു വരും. ശ്രീമാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നത് ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയല്ലേ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊക്കെയുള്ളത് നമ്മുടെ എല്ലാവരുടെയും താല്പര്യമാണ്. പക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹം കൂടി പങ്കുവെക്കുകയാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോ ആ DK ശിവകുമാർ ഒന്ന് ആഭ്യന്തരമന്ത്രിയായി കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ആ മനുഷ്യനെ 100 ദിവസമാണ് ജയിലിട്ടത്. 6000 ആഭ്യന്തരമന്ത്രിയായി നിങ്ങൾ ഉറപ്പിച്ചോ, തീഹാർ ജയിലിന്റെ മുമ്പിൽ അമിത്ഷാ ക്യൂ നിൽക്കുന്ന കാഴ്ച, ആ ഗേറ്റ് തുറക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. 6066 കോടി രൂപയുടെ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ ഈ രാജ്യത്ത് നടത്തിയത്. പ്രീപെയ്ഡ് അഴിമതിയും പോസ്റ്റ് പെയ്ഡ് അഴിമതിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താ പ്രീപെയ്ഡ് അഴിമതി? ആദ്യം BJPക്ക് പണം കൊടുത്താൽ, ഇലക്ട്രൽ ബോണ്ട് കൊടുത്താൽ അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ വൻകിട പദ്ധതികൾ BJP കോർപ്പറേറ്റ് കമ്പനികൾ കൊടുക്കും. എന്താ പോസ്റ്റ് പെയ്ഡ്? ആദ്യം ED വിടും, പിന്നെ IT വിടും, പിന്നെ CBI വിടും.
അങ്ങനെ കോർപ്പറേറ്റ് കമ്പനികളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കോർപ്പറേറ്റ് കമ്പനികൾ ബിജെപിക്ക് ബോണ്ട് കൊടുക്കും. അങ്ങനെ ആ കേസുകൾ സെറ്റിൽമെന്റ് ആക്കും. അങ്ങനെ 6066 കോടി രൂപ ഈ രാജ്യത്ത് അഴിമതി നടത്തിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അമിത്ഷാ മാത്രമല്ല, നരേന്ദ്രമോദി അടക്കം തീഹാർ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നതാണ് ഈ രാജ്യം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. ബിജെപിക്കെതിരായി, സംഘപരിവാരങ്ങൾക്കെതിരായി രാജ്യവ്യാപകമായി ഓടി നടക്കുന്ന നേതാവാണ് ഇന്ത്യ മുന്നണിയുടെ നായകൻ. ബിജെപിക്കെതിരെ രാഹുൽ ഗാന്ധി മിണ്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. RSSനെതിരെ മിണ്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. രാഹുൽ ഗാന്ധി അല്ലാതെ പിന്നെ ആരാണ് ഈ രാജ്യത്ത് സംഘപരിവാരങ്ങൾക്കെതിരായി സംസാരിക്കുന്നത്? മണിപ്പൂരിൽ വംശീയ കലാപം ഉണ്ടായപ്പോ അവിടെ കോടിയെത്തിയ നേതാവിന്റെ പേരല്ലേ രാഹുൽ ഗാന്ധി? ഉന്നാവോയിൽ അത്രാസിൽ പാവപ്പെട്ട പെൺകുട്ടികളെ കൂട്ടമാനഭംഗത്തിനിരയായപ്പോ UP-യിലെ പോലീസ് അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറഞ്ഞപ്പോ തന്റെ പ്രിയങ്കരിയായ സഹോദരിയെ ചേർത്തു പിടിച്ചുകൊണ്ട് പോലീസിനെ തള്ളി മാറ്റി അവിടെ കോടിയണഞ്ഞ നേതാവിന്റെ പേരല്ലേ രാഹുൽ ഗാന്ധി? ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് അഹമ്മദ് സാഹിബ് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ കുഴഞ്ഞു വീണപ്പോ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മക്കളെ പോലും ഒന്ന് കാണാൻ അനുവദിച്ചില്ല. അസുഖബാധിതയായി കിടക്കുന്ന ശ്രീമതി സോണിയാഗാന്ധിയെ ഫോണിൽ വിളിച്ച് സോണിയാഗാന്ധിയുടെ കരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ തണുത്തുറഞ്ഞ രാത്രിയിൽ രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്ക് ചെന്ന് വാതിലിന് തട്ടിയിട്ട് ഈ മക്കളെ അഹമ്മദ് സാഹിബിനെ കാണിക്കണമെന്ന് പറഞ്ഞ നേതാവിന്റെ പേരല്ലേ രാഹുൽ ഗാന്ധി? 55 മണിക്കൂറാണ് ആ മനുഷ്യരെ ചോദ്യം ചെയ്തത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? എന്തിനാണ്? മോദിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ, RSSനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ, BJPക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ. എന്നിട്ട് രാഹുൽ ഗാന്ധി BJPക്കെതിരെ മിണ്ടുന്നില്ല എന്നല്ലേ, RSSനെതിരെ മിണ്ടുന്നില്ല എന്നല്ലേ? രാഹുൽ ഗാന്ധി ചോദിച്ചില്ലേ? എന്നെ 55 മണിക്കൂർ ED ചോദ്യം ചെയ്തു, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഇല്ലേ ഒരു അര മിനിറ്റ് എങ്കിലും ചോദ്യം ചെയ്തോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്? ആ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ നായകനായി പ്രധാനമന്ത്രി കസേരയിലേക്ക് നടന്നു പോകുമ്പോ അനുകൂലമായി കൈപൊക്കുന്നവർ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോ കൈവിറക്കുന്നവരല്ല നമുക്ക് വേണ്ടത്. കൈവിറക്കാതെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ ചാലക്കുടിയിൽ നിന്ന് ബെന്നി ബേനാൻ ഉണ്ടാകുമെന്നത് ഈ നാടിന്റെ താല്പര്യമാണ്. ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ചാലക്കുടിയിൽ നിന്ന് ബെന്നിച്ചേട്ടൻ ജയിച്ചു പോകുമ്പോ വെറും ഒരു MP ആയിട്ടായിരിക്കില്ല ബെന്നിച്ചേട്ടൻ അവിടെ ഉണ്ടാവുക എന്നത് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. ആ ബെന്നിച്ചേട്ടന് 1000 വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF. പ്രിയ സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകളായി നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തിയുടെയും ഒരു കുടുംബാംഗം പോലെ നമ്മളുമായി ഒത്തുജീവിച്ചു പോരുന്ന നമ്മുടെ പഴയ MP ശ്രീ KP ധനപാലൻ നിങ്ങളോട് സംസാരിക്കുന്നു. कहाँ पे हो? फ्रेंड रे आज 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 പ്രിയമുള്ളവരെ, നമ്മളെല്ലാം
ആകാംക്ഷയോടുകൂടി കാത്തുകൊണ്ട് നിൽക്കുന്നത് പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി അവരൊന്ന് കാണാനും അവരെന്താണ് പ്രസംഗിക്കുന്നത് എന്ന് കേൾക്കാനും വേണ്ടിയിട്ടാണ്.